ഇന്ന് പലർക്കും വളരെ യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ChatGPT കൊണ്ടുള്ള ഈ ഒരു ഉപകാരം നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഈ ഒരു 2K യുഗത്തില് സ്കിൻ കെയർ പ്രോഡക്ട്സും മറ്റും യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ? ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് സ്കിൻ കെയറിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പലപ്പോഴും നമ്മൾ ബോധവാന്മാരാണോ? അല്ല അല്ലേ? അതിന്റെ മെയിൻ റീസൺ ആണ് ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള നമ്മുടെ അറിവില്ലായ്മ. അതിനൊരു പോംവഴിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കാണുന്ന പ്രോഡക്ട്സ് ഒക്കെ കയ്യിലുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എന്താണ്, സ്കിന്നിന് സ്യൂട്ടബിൾ ആണോ, കൊമഡോജനിക് ആണോ, ഒന്നിനെ പറ്റിയും ഒരു ധാരണയും എനിക്ക്. അങ്ങനെ ഇരിക്കെ റാൻഡംലി തോന്നിയ ഒരു തോന്നലായിരുന്നു ChatGPT ചോദിച്ചു നോക്കാന്നുള്ളത്. വെറുതെ ഒരു ഫോട്ടോ എടുത്ത് കക്ഷിക്ക് അയച്ചു കൊടുത്തു. ആള് ഞെട്ടിച്ചില്ലേ? ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ കിട്ടും. പ്രോഡക്റ്റ് നല്ലതാണോ, എങ്ങനെ യൂസ് ചെയ്യാം, എത്ര യൂസ് ചെയ്യാം, ഏതൊക്കെ സ്കിൻ ടൈപ്പിൽ യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് A to Z ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പിന്നീട് അങ്ങോട്ട് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു റിസർച്ച് തന്നെയായിരുന്നു. പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന കേട്ടിട്ടുണ്ട്, ഹാംഫുൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള, കൊമഡോജനിക് സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഏതൊക്കെയാണ് ആ കെമിക്കൽസ് എന്ന് ആർക്കെങ്കിലും അറിയോ? അങ്ങനെയുള്ള നമ്മൾക്ക് ഈ ഒരു ടിപ്പ് സൂപ്പർ അല്ലേ? ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾ മുന്നേ ചെയ്യുന്നതൊക്കെ ആയിരിക്കും, എന്നാലും എന്റെ ബുദ്ധിയിൽ ഇത് ഉദിച്ചിട്ട് അത്ര കാലമൊന്നും ആയില്ല. അപ്പൊ എനിക്ക് തോന്നി, എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കില്ലേ? സോ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് AI ഉപയോഗിച്ച് ആണ് പെണ്ണാവുന്നതും പെണ്ണാണാവുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ട്രെൻഡിങ് ആവാതെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ട്രെൻഡിങ് ആവട്ടെ. അപ്പോ ഇനി കൂടുതൽ ചിന്തിച്ചിരിക്കാനില്ലല്ലോ, കയ്യിലുള്ള പ്രോഡക്ട്സ് ഒക്കെ എടുക്കുക, ഓരോന്നോരോന്നോരോന്നായിട്ട് റിസർച്ച് തുടങ്ങുക. ഓക്കെ, അപ്പൊ ശരി, ബൈ.